ആരുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി പോലീസ് കേസെടുക്കുന്നില്ല. കാരണം ആ MSF പ്രവർത്തകൻ തന്നെ എൻ്റെ പേരിൽ ഒരു ഫേക്കായിട്ടുള്ള ന്യൂസ് വന്നു, അതുകൊണ്ട് ശക്തമായ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് അനങ്ങാത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ സമ്മർദ്ദം കൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4-ാം തീയതിക്കുള്ളിൽ ഈ കേസ് എടുത്തില്ലെങ്കിൽ ഒരു സ്വകാര്യ കേസുമായിട്ട് മുന്നോട്ട് നീങ്ങാനാണ് വടകരയിലെ UDF RMP നേതൃത്വം തീരുമാനമെടുത്തത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേസ് അന്വേഷിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും സ്വകാര്യനെ. കാരണം ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ ആരാണ് ചെയ്തത് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഫേക്ക് ന്യൂസ് ആരാണോ ഇറക്കിയത് ആ വ്യക്തി ആരാണെന്ന് ഔദ്യോഗികമായി ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. കോടതിയിൽ തെളിവല്ലേ പ്രധാനം. അപ്പോൾ ഈ കേസ് അന്വേഷിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസ് അട്ടിമറിക്കാൻ നോക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾ കോടതിയിൽ പറയും. അപ്പോൾ അവർക്ക് കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അന്ന് ഇവരെ രക്ഷിക്കാൻ ഒരു പിണറായി ഉണ്ടാവില്ല. അതാ ഞങ്ങൾ പറഞ്ഞു. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ നടന്നത്. അതൊരു സ്ഥാനാർത്ഥി തന്നെ, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെ അതിന് മുൻകൈ എടുത്തു എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും അധികം ഞെട്ടിക്കുന്ന കാര്യം. ഇപ്പം നരേന്ദ്രമോദി പറയുന്ന അതേ രീതിയിൽ വർഗീയത മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ LDFും പറയും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ടീച്ചറുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് കാണാൻ കഴിയും. പോലീസിൻ്റെ പ്രവർത്തനം മൊത്തത്തിൽ മാറുകയില്ല. അതായത് ഗുണ്ടകളുടെ കൂടെ വിരുന്നിന് പോകുന്നു. പോലീസ് ഇപ്പോൾ ഏതാണ്ട് എന്താ പറയണ്ടേ, കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരും ഗുണ്ടകളുടെ അടിമപ്പണി ചെയ്യുന്നവരുമായിട്ട് കേരള പോലീസ് മാറി. ഇവരെയൊന്ന് നിയന്ത്രിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇവരുടെ തലപ്പത്തുള്ള മുഖ്യമന്ത്രിക്കും ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, DGPക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത്രയും കുത്തഴിഞ്ഞൊരു സംവിധാനം കേരളത്തിലുണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് വരെ ഏതെങ്കിലും ഗുണ്ടകളെ സമീപിച്ചാലേ കാര്യം നടക്കും. ഇപ്പോൾ ഗുണ്ട വിളയാട്ടാണ് കേരളം. ഇതിനൊക്കെ തിരിച്ചടി, അതിൻ്റെ സൂചനകൾ ഈ ലോക്സഭാ ഇലക്ഷനിലുണ്ടാകും. തുടർന്നുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഭരണമാറ്റത്തിന് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത്രേ ഞങ്ങളിപ്പോൾ പറയുന്നു. പക്ഷേ ഇതുപോലുള്ള കേസുകളിൽ ഞങ്ങൾ കോടതിയിൽ തന്നെ ഈ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. പ്രതികളെക്കുറിച്ച് സൂചന കിട്ടിയെന്നാണ് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിൽ DIG പറഞ്ഞത്. പക്ഷേ സൂചന കിട്ടിയത് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല ഞങ്ങൾ ചോദിക്കുന്നത് അത്രയേ ഉള്ളൂ. ആരെയാണ് ഇതിൽ ആക്ഷൻ എടുക്കും, എന്തുകൊണ്ട് എടുക്കുന്നില്ല? സൂചന കിട്ടിയത് ഇപ്പോൾ സൂചനയെ കുറിച്ച് ഒരു സൂചന ഇപ്പോൾ ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള വിട്ടുവീഴ്ചയുണ്ടായി, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള വീഴ്ചയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് 4-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും. 4-ാം തീയതി 2020 ആയിരിക്കുമോ? തീർച്ചയായിട്ടും 2020 ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.